വാട്സ്ആപ്പ് ഗായ്സ്, ദിസ് ഇസ് ആൻകോടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഒബ്സഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വിട്ടുപോയി. അത് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി വന്നേ. കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒറ്റ സാധനമേ ഉള്ളൂ, ഐഫോൺ. ഭൂരിഭാഗം പേര് എന്തിനാണ് വാങ്ങുന്നത്? അവർക്കത് ആവശ്യം ഉണ്ടായിട്ടല്ല, അവർ കാണിക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നത്. ചിലർ ഫോട്ടോയ്ക്ക് വേണ്ടി വാങ്ങി, ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി, ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ചിലർ വാങ്ങും. അപ്പോൾ അവർക്ക് ഇല്ലാത്തൊരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത കാശ് മുടക്കി EMI ഇട്ടൊക്കെയാണ് ഐഫോൺ വാങ്ങുന്നത്. ഞാൻ പലരെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അവരെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 10-15,000 രൂപ സാലറി വാങ്ങിയിട്ട് EMI ഇട്ട് 50,000 ഫോണിന് 60,000 രൂപയ്ക്ക് വാങ്ങുന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണക്കാർ വാങ്ങുന്നത് അവർക്ക് അനാവശ്യമായിട്ട് കാശുള്ളതുകൊണ്ടാണ്, അവർക്ക് പ്രൈവസിയുടെ ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും ഐഫോൺ വാങ്ങുന്നത്. ഈ 15,000 രൂപ സാലറിയും ജോലി ഇല്ലാത്തവരൊക്കെ എന്തിനാണ് ഈ ഐഫോൺ വാങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വാങ്ങിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, ധാരണയെന്നല്ല, ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഇടയിൽ ഐഫോണുള്ള ആണുങ്ങൾക്ക് ഭയങ്കര മതിപ്പാണ്. എന്തിനാണ്? ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ഈ ഒരു അട്രാക്ഷന് വേണ്ടി മാത്രം ഈ പൊട്ടന്മാർ ഇത്രയും പൈസ കൊടുത്ത് ഈ സാധനത്തിന് വാങ്ങിച്ച് വയ്ക്കുന്നു. അവരുടെ വിചാരം ഐഫോൺ ഒരു സ്റ്റാറ്റസ് ആണെന്നാണ്. ബ്രോ, ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റസ് സിമ്പൽ, ഇറ്റ്സ് എ ട്രാപ്പ്. പണ്ട് ബുള്ളറ്റൊക്കെ ഒരു ചന്തമായിരുന്നു, പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ കാക്കേക്കാലും ബുള്ളറ്റായെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഐഫോൺ. ആരുടെ കയ്യിൽ നോക്കിയാലും ഐഫോണാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നു, ഐഫോൺ വാങ്ങുന്നു, ബൈക്ക് എടുക്കുന്നു, എല്ലാം EMIക്ക്. എന്നിട്ട് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവരുടെ കാശ് കാണില്ല. പക്ഷേ ഇതുപോലത്തെ അനാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, എന്നിട്ട് അതൊക്കെ ഷോപ്പ് ചെയ്ത് നടക്കും. പുറമെ കാണുമ്പോൾ പോർഷാണ്, എന്നിട്ട് ചെന്നൊരു 10 രൂപ വെച്ച് കഴിഞ്ഞാൽ അമ്മ കയ്യിൽ എടുക്കാൻ കാണില്ല. എല്ലാം EMIക്ക് വേണ്ടി തെണ്ടിത്തിരിയാണ്. എല്ലാ മാസവും കഷ്ടപ്പെട്ട് എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി കടവും വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇവർ EMI അടയുന്നത്. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. നിങ്ങളൊരു നല്ല ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് 10 പേരുടെ അപ്രിസിയേഷൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ആ ഒരു 10 അപ്രിസിയേഷന് വേണ്ടി 1,00,000 രൂപയും 60,000 രൂപയൊക്കെ മുടങ്ങി എന്തിനാണ് ഈ ഫോൺ വാങ്ങുന്നത്? പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഷോ ഓഫ് മാത്രമേ ഉള്ളൂ. എല്ലാവരും പിച്ചക്കാരാണ്. EMI അടയ്ക്കാൻ വേണ്ടി തെറ്റിക്കൊണ്ട് കിടക്കുന്ന പിച്ചക്കാരാണ് ഈ ഈ ഐഫോൺ വാങ്ങുന്നവരെയൊന്നും പറഞ്ഞ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതൊക്കെ വേറെ ടൈപ്പ് മൈൻഡ് സെറ്റാണ്. വാങ്ങാൻ പോകുന്നവരെങ്കിലും ഇത് കണ്ടിട്ട് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ഇങ്ങനെ പലയിടത്തും കറങ്ങി നടക്കുന്ന കാണുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, നീ റിച്ച് അല്ലേ, നിനക്ക് പൈസ ഉണ്ട്, എന്ത് വേണോ ചെയ്യാം. ഞാൻ ഇതുവരെ ഒരു ഐഫോണും വാങ്ങിയിട്ടില്ല. ഞാൻ ഇതുവരെ നിങ്ങളെപ്പോലെ EMI ഇട്ട് ഐഫോൺ വാങ്ങിയിട്ടില്ല, EMI ഇട്ട് ബൈക്ക് വാങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ പൈസ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാശ് മാത്രമേ ഞാൻ മുടക്കാറുള്ളൂ. അതുപോലെ ഇപ്പം ഫുഡ് വരെ ഒരു ലൈഫ് സ്റ്റൈൽ ഒബ്സഷനായിട്ട് മാറിക്കഴിഞ്ഞു. വലിയ ഹോട്ടലുകളിൽ പോയിട്ട് വായിക്കൊള്ളാത്ത ഫുഡുകൾ വാങ്ങിച്ച് കഴിച്ചിട്ട് സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, അതിപ്പോൾ ഒരു ട്രെൻഡാണ്. എന്നിട്ട് ഇവരൊക്കെ ഇത് കഴിക്കുമെന്ന് വെച്ചാൽ അതുമില്ല. ഈ അഴുക്കുകൾ, വിഷങ്ങൾ വാങ്ങി കഴിച്ച് മറ്റുള്ളവരെ കാണിച്ച് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മദ്യപാനിക്കുന്നതൊക്കെ എന്തോ വലിയ മാസമാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞ് എന്നും മദ്യപിക്കുന്നതിൻ്റെ കുപ്പിയിലെ ഫോട്ടോസും കുറേ ഇങ്ങനെ കുപ്പി നിരത്തി വയ്ക്കുന്നു, ഫുഡ് നിരത്തി വയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു. മദ്യപിക്കുന്നത് വരെ ഇപ്പോൾ ഒരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ എന്തോ വലിയ സംഭവം ചെയ്തിട്ടിരിക്കുന്ന പോലെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ കുടിക്കുന്നു. മറ്റുള്ളവരെ കാണിച്ച് കുടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫുഡ് അടിക്കുന്നതിനും വെള്ളം അടിക്കുന്നതിനും വരെ മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. ഈ യങ്സ്റ്റേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രായത്തിൻ്റെ കുഴപ്പമെന്ന് പറയാം. 20 വയസ്സിനകത്തുള്ളവരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ അറിവ് കേടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതീ കാണിക്കുന്ന 10, 28, 27, 30 വയസ്സായവരൊക്കെയാണ് ഈ സ്റ്റാറ്റസൊക്കെ എടുത്തിട്ട് ഷോ കാണിക്കുന്നത്. ഈ അച്ഛനമ്മമാർ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ പലരും പറയുന്നുണ്ട്, ഈ സ്പ്രൈറ്റ്, കൊക്കോകോള ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഷുഗറാണെന്ന് അതിൻ്റെ കണ്ടൻസിലുമുണ്ട്. പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. എന്നിട്ട് ഈ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊക്കോകോള, സ്പ്രൈറ്റ്, മുട്ടായിയൊക്കെ ഇത് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഇങ്ങനെ ജങ്ക് ഫുഡ് കൊടുത്ത് പഠിപ്പിക്കുക, പിസ്സ വാങ്ങിക്കൊടുക്കുക, ബർഗർ വാങ്ങിച്ചു കൊടുക്കുക, കൊക്കോകോള വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെ ഇപ്പോഴേ കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രായമാകുമ്പം പിള്ളേരൊക്കെ തട്ടിപ്പോവും. 20 വയസ്സ് വരെയൊക്കെ അവർക്ക് ഇരിക്കുമെന്ന് തന്നെ സംശയമാണ്. ഉള്ള കുറച്ച് സാധനങ്ങളാണ് ഈ വയർലെസ് ഇയർപോഡ്. അറിഞ്ഞുകൂടാ ഏത് ബ്രാൻഡാണ് എന്താണെന്നറിയില്ല. ഏറ്റവും വില കുറഞ്ഞൊരു സാധനം വാങ്ങി അങ്ങ് ചെവിയിൽ വയ്ക്കും. ചെവിയൊക്കെ അടിച്ചു പോകുമ്പോൾ നിങ്ങളിത് പഠിക്കും. അതേപോലെ ഒന്നാണ് ഈ സ്മാർട്ട് വാച്ച്. എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് വാച്ച്. അതിൻ്റെ എന്തെങ്കിലും യൂസ് ഉണ്ടോ? നിങ്ങളെല്ലാവരും സമയം കാണാനാണ് ഉപയോഗിക്കുന്നത്. ആരും അത് വെച്ചിട്ട് നടക്കാനൊന്നും പോകുന്നില്ല. ഹാർട്ട് റേറ്റും
നടക്കുന്നതിൻ്റെ ഒന്നും ആരും അതിൽ ചെക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു സ്മാർട്ട് വാച്ച് വെച്ച് കെട്ടുന്നു. ഇപ്പം തന്നെ ഇപ്പോൾ ബോഡി ഫുള്ള് ഇലക്ട്രോണിക്സ് ഐറ്റംസാണ്. ലൈഫ് സ്റ്റൈൽ ഒബ്സഷനിൽ പല പല ടൈപ്പുകളുണ്ട്. മെറ്റീരിയൽ വരും, ഡിജിറ്റൽ വരും, വാലിഡേഷൻ, റിലീജിയസ്, അങ്ങനെ പലതരത്തിലുള്ള ഒബ്സഷൻസ് ഉണ്ട് ഈ ലൈഫ് സ്റ്റൈലിൻ്റെ അകത്ത് തന്നെ. പിന്നെ അതേപോലത്തെ ഒരു സാധനമാണ് ഈ വെഡ്ഡിങ്, പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സ്. അതും ഒരു ട്രെൻഡായി കഴിഞ്ഞു. കല്യാണങ്ങൾ, പലരും ആർഭാടമായിട്ട് കല്യാണം നടത്തും. ഭയങ്കര ഗ്രാൻഡായിട്ട് പാട്ട്, കൂത്ത്, ബഹളം. എന്തിനാണ്? കുറ്റം പറയുന്ന ബന്ധുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി മാക്സിമം പൈസ കളഞ്ഞതൊക്കെ ചെയ്യും. ഇനിയുള്ള ഇത് ഇപ്പം എൻ്റെ വീഡിയോ എന്തായാലും ചിന്തിക്കുന്നവരായിരിക്കും കാണുന്നത്. നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, മാക്സിമം നിങ്ങൾക്ക് മക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തി കൊടുക്കാൻ നോക്കുക. എന്തിനാണ് ഈ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി കല്യാണം നടത്തി പൈസ കളയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഈ 100-200 പേരെയൊക്കെ വിളിച്ച് അവർക്കൊക്കെ സദ്യയും കൊടുത്ത് അവരെ വായിരിക്കണതും കേട്ട്, പിന്നെ ഈ ചില ഫാമിലീസിൻ്റെ ഇതൊക്കെ ഉണ്ട്, അവർക്ക് മോശമാണ്. കഴുത്തിൽ സ്വർണം കുറഞ്ഞു പോയാൽ കുറ്റം പറഞ്ഞല്ല, അതിൻ്റെ പേരിൽ ഇനി അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി സ്വർണം വാരി കൂട്ടിയിടും. എല്ലാവരും ഷോ ഓഫാണ്. ജനനം തൊട്ട് മരണം വരെ ഷോ ഓഫാണ്. ഏറ്റവും വലിയ ഷോ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ കാര്യമാണ്. എനിക്കത് കാണുമ്പം പൊടി പിള്ളേർക്ക് വരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് വെച്ച് 1 വയസ്സാകുമ്പോഴുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ. ആ കൊച്ചിനത് ഓർമ്മ കാണില്ല. ആർക്ക് വേണ്ടിയാണ്? ഒരു വലിയ കേക്ക് വാങ്ങിച്ച് കുറേ പേരെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നിട്ട് പറയുന്നത് സന്തോഷത്തിന്. ശരിക്കും സന്തോഷത്തിന് വേണ്ടിയാണോ എന്ന് വെച്ചാൽ അല്ല. 4 പേരെ കാണിക്കാൻ വേണ്ടി പൈസ ചിലവാക്കി ഓരോന്ന് ചെയ്യുന്നു. ഈ ട്രെൻഡ്, ഇതൊക്കെ ഇപ്പം വന്ന ട്രെൻഡുകളാണ്. ഈ എൻ്റെ ഏജ് ഗ്രൂപ്പുള്ളവരൊക്കെയാണ് ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. കല്യാണത്തിന് കേക്ക് കട്ട് ചെയ്യുന്നു, കൊച്ചിൻ്റെ 1 വയസ്സാകുമ്പം കേക്ക് കട്ട് ചെയ്യുന്നു. പണ്ടൊക്കെ ബർത്ത്ഡേക്ക് മാത്രമാണ് കേക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ബർത്ത്ഡേക്ക് പോലും കേക്ക് കട്ട് ചെയ്തിട്ടില്ല. 1 വയസ്സാകുമ്പം തൊട്ട് സ്കൂളിൽ വിടുന്നത് വരെ സ്റ്റോറി സ്റ്റാറ്റസ് ഇട്ട് ആൾക്കാരെ കാണിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ചിരിയാണ് വരണത്. പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴെടുത്ത് ഫോട്ടോ ഇടണം എന്തിനാണ്? ഇപ്പോൾ ഒബ്സഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു പോകും. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനും പലതിനും വേണ്ടി ആൾക്കാർ പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട്. മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ. ഈ വിദ്യാഭ്യാസം വരെ ഇപ്പോൾ ഒരു സ്റ്റൈലായി മാറിക്കഴിഞ്ഞു. പിന്നെ എന്ത് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളൊരു കോഴ്സ് പഠിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഗമ. കഴിഞ്ഞ് എന്തെങ്കിലും ഒരു വായിക്കൊള്ളാത്തൊരു കോഴ്സിൻ്റെ പേര് പറയും, അതാണ് ചെയ്യുന്നതെന്ന് പറയും. വിദ്യാഭ്യാസം വരെ സ്റ്റൈലായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എനിക്ക് ഐഫോണിനെ കുറിച്ച് സംസാരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത് ഈ വീഡിയോ എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഇപ്പോൾ ഷോ ഓഫിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ നിങ്ങൾ അടുത്തൊരു സാധനം വാങ്ങാൻ പോകുന്നതിന് മുമ്പ് 10 തവണ ആലോചിക്കുക. നിങ്ങളിത് ആവശ്യത്തിന് വാങ്ങുന്നതാണോ മറ്റുള്ളവരെ കാണിക്കാൻ വാങ്ങുന്നതാണോ എന്ന് ചിന്തിക്കുക. സ്റ്റൈല് വാങ്ങാൻ പറ്റുമായിരിക്കും, സെൻസ് വാങ്ങാൻ പറ്റില്ല. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ജീവിക്കാതെ അവനവന് വേണ്ടി ജീവിക്കാൻ നോക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.